എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. പ്രവാചക ശിഷ്യന്മാർ എലീശയോട്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്ന് നീ കാണുന്നുവല്ലോ. ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തർ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് ഒരു സ്ഥലം ഉണ്ടാകട്ടെ എന്ന് ചോദിച്ചു. പോകുവിനെന്ന് അവൻ പറഞ്ഞു. അവരിൽ ഒരുത്തൻ, ദയ ചെയ്ത് അടിയങ്ങളോട് പോരണമേ എന്ന് അപേക്ഷിച്ചതിനെ പോരാമെന്ന് അവൻ പറഞ്ഞു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം നാം പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട 3 ദൈവപ്രവൃത്തികൾ എലീശയിലൂടെ നടക്കുന്നു. ഒന്ന്, എലീശയുടെ ഭൃത്യന്മാരിൽ ഒരുവന്റെ കോടാലി വെള്ളത്തിൽ പോയതും എലീശയാൽ ഒരു കമ്പ് വെട്ടി വെള്ളത്തിലിട്ടു അത് ഉയർന്നു വന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു. 2-ാമത്തെ, എലീശയുടെ ബാല്യക്കാരന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചു. കണ്ണു തുറന്നു എന്ന് ഇവിടെ പറയുമ്പോൾ പൗലോസിന്റെ ഭാഷയിൽ ഹൃദയദൃഷ്ടി പ്രകാശിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ആ ഭാഗത്തോടൊന്ന് നാം പഠിക്കുമ്പോൾ എലീശയെ പിടിക്കാൻ വന്നവരെ അന്ധത പിടിപ്പിച്ചു. ഇങ്ങനെ 3 പ്രവൃത്തികൾ ഇവിടെ ചെയ്യുന്നു. ഏലിയാവിന്റെയും എലീശയുടെയും പ്രവൃത്തികൾ പഠിക്കുമ്പോൾ ഏലിയാവിന് വേണ്ടിയും ഏലിയാവിനാൽ ചെയ്തതുമായ 14 അത്ഭുത പ്രവൃത്തികൾ കാണാൻ കഴിയും. അതുപോലെ എലീശയുടെ ജീവിതം പഠിച്ചാൽ എലീശയ്ക്ക് വേണ്ടി ദൈവം ചെയ്തതും എലീശയാൽ ചെയ്യപ്പെട്ടതുമായ 28 അത്ഭുത പ്രവൃത്തികൾ കാണാൻ കഴിയും. ഇത് അവരുടെ കയ്യാൽ നടന്നത് മാത്രമല്ല, അവർക്ക് വേണ്ടി ദൈവം ചെയ്തതുമായ കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ നാം പഠിക്കുന്ന കാര്യം, എലീശയുടെ ശിഷ്യന്മാർ വളരെ ഞെരുക്കത്തിലൂടെ കടന്നുപോയവരായിരുന്നു. അവർ പട്ടിണി അനുഭവിച്ചിട്ടുണ്ട്, ഞെരുക്കം അനുഭവിച്ചിട്ടുണ്ട്. പട്ടിണി അനുഭവിച്ചപ്പോഴല്ലേ ഒരിക്കൽ ശിഷ്യന്മാരെല്ലാം കൂടെ പോയി ചീര പറിക്കാൻ പോയി. ഒരുത്തൻ പേച്ചൂര പറിച്ചുകൊണ്ടുവന്ന് കരുത്തിലിട്ടു. മരണമെന്ന് നിലവിളിച്ചു. പിന്നെ എലീശ ഏതായാലും അത് കാര്യങ്ങൾ നിർവഹിച്ചു കൊടുത്തു. അപ്പോൾ ആ വിധത്തിൽ ഞെരുക്കത്തിലൂടെ കടന്നുപോയ ഒരു സന്ദർഭമായിരുന്നു നമ്മുടെ ജീവിതം. അതുപോലെ തന്നെയാണ് ഇവിടെ അവർ പാർക്കുന്ന സ്ഥലം വളരെ ഞെരുങ്ങിയ സ്ഥലമായിരുന്നു, ഇടുങ്ങിയ സ്ഥലമായിരുന്നു. ആ ഇടുക്കത്തിൽ അവർ എലീശയോട് പറയുന്നു, ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം അല്പം ഇടുങ്ങിയ സ്ഥലമാണ്, ഞങ്ങൾ യോർദാനോളം ചെന്ന് മരം മുറിക്കട്ടെ എന്ന് ചോദിച്ചു. പോകാമെന്ന് എലീശ പറഞ്ഞു. പക്ഷെ ഒരു ശിഷ്യൻ പറഞ്ഞു, ഞങ്ങള് പോകാം, പക്ഷേ അങ്ങ് ഞങ്ങളോടുകൂടെ പറഞ്ഞു. എലീശ പറഞ്ഞു, വരാം. അങ്ങനെ എലീശയും പോയി. നല്ല തിരക്കുള്ള ശുശ്രൂഷ എലീശ കൊണ്ടെങ്കിലും എലീശ അവരോട് പോവുകയാണ്. എന്നാൽ ഒരുവൻ മരം മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ കോടാലി ഊരി വെള്ളത്തിൽ പോയി. അപ്പോഴാണ് അവൻ പറയുന്നത്, യജമാനെ, ഞാൻ വായ്പ വാങ്ങിയതായിരുന്നു. എന്നാൽ ഇത് കൊണ്ടുപോയപ്പോ അവനത് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല. യജമാനെ, പ്രാർത്ഥിച്ചോണേ, ഞാന് വായ്പ വാങ്ങിയ കോടാലിയാണേ, ഒന്നും പറയുന്നില്ല. കോടാലിയും കൊണ്ട് പോകുന്ന പോക്ക് കണ്ടാൽ പുള്ളിയുടെ കോടാലിയാണെന്നും പറഞ്ഞുള്ള ചിന്തയിലായി പോകുന്നു. ആരെ അറിയിക്കാതെ പോവുക. പക്ഷേ ഒടുവിൽ കോടാലി വെള്ളത്തിൽ പോയപ്പോൾ എല്ലാവരും അറിഞ്ഞു. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ കർത്താവിനോട് തുറന്ന് പറയണം. പ്രതികൂലങ്ങളിൽ അകപ്പെട്ട ശേഷമല്ല നാം പറയേണ്ടത്. അതുകൊണ്ടാണല്ലോ യേശു പ്രാർത്ഥനയെ കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ ഒരു കാര്യം, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. നമ്മളിൽ പലരും പരീക്ഷിക്കപ്പെട്ട ശേഷമാണ് പ്രാർത്ഥന തുടങ്ങുന്നത്. എന്നാൽ അങ്ങനെയല്ല. യേശുവിനോട് പറയാൻ നമ്മൾ മടിക്കരുത്. സുറഫനിക്കാരിയായ ഒരു സ്ത്രീ തന്റെ മകൾക്ക് ഭൂതോപദ്രവം പിടിച്ചിട്ട് മറച്ചു വെച്ചില്ലല്ലോ. മക്കൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ മാതാക്കന്മാര് പരമാവധി മറച്ചു വെക്കാൻ നോക്കും. ഈ സ്ത്രീ പറയാ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം ബാധിച്ചിരിക്കുന്നു. അവളെ പിന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ ആരിലും കല്യാണം കഴിക്കും.
എന്നിട്ട് ഓപ്പണായി പറയാനോട് ഇഷ്ടപ്പെട്ടില്ലേ? കർത്താവിനോട് എല്ലാം നമുക്ക് തുറന്നു പറയാം. അവൻ നമുക്ക് വേണ്ടി കരുതും. നഷ്ടമായതിനെ വീട്ടിൽ മടക്കി തരും. 90-ാം സങ്കീർത്തനം നാം പഠിക്കുന്നു, ഞങ്ങൾ ക്ലേശം അനുഭവിച്ച ദിവസങ്ങൾക്കും അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കുകയില്ലയോ? പ്രിയമുള്ളവരെ, നമ്മൾ ക്ലേശം അനുഭവിച്ച ദിവസങ്ങൾക്കും അനർത്ഥങ്ങൾ അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഒരു സന്തോഷം ദൈവം നമുക്ക് തരും. പ്രത്യാശയോടെ കാത്തിരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹീതമായ സമയത്തിനായി സ്തോത്രം. വചനം കേട്ട എല്ലാവരെയും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.